ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറെ പേരുണ്ടല്ലോ. അവരെന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ, അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. നമുക്ക് നിൽക്കാൻ കഴിയില്ല, നിന്റെ മുത്തില്ലാതെ ജീവിക്കാൻ കഴിയില്ല, നമുക്ക് അറിഞ്ഞൂടെ. എന്റെ കുട്ടീന്റെ മുഖത്തെ മാറിപ്പോയല്ലോ, എന്റെ അമ്മന്റെ മുത്തിനറിഞ്ഞൂടെ നമുക്ക് നിൽക്കാൻ കഴിയില്ല, നിന്റെ മുത്തില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴേ കണ്ടത് ഈ ഒരു അമ്മയുടെ കരച്ചിലാട്ടോ. ആ ഒരു മോൻ നഷ്ടപ്പെട്ടതിന്റെ ഒരു കരച്ചിലേ. ഇതൊക്കെ കൊണ്ട് ഇവിടെ കൊണ്ട് ഈ പാവൊക്കെ തീർക്കും ആ പെണ്ണെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. അമ്മ നിക്കണത് സമാധാനത്തിലാണ്. നിന്നെ കൊണ്ടുപോകണം മോനെ. അമ്മന്റെ കുട്ടി അയ്യോ കുട്ടി അവിടെ ആ കണ്ടു നിന്ന ഓരോ ആളുകളും കരയാട്ടോ. അത് കണ്ടു നിന്ന ആളുകളല്ല, ഇത് വീഡിയോ ചെയ്യുന്ന നമ്മളും അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഏതൊരു മലയാളി ഇല്ലാത്ത ആളുകളും ഒന്ന് കണ്ണു നിറഞ്ഞു പോകും ആ ഒരു അവസ്ഥ കണ്ടിട്ട്. ഇങ്ങനത്തെ പല മരണങ്ങളും പല കാര്യങ്ങളും നമ്മുടെ രാജ്യത്തും ലോകത്തും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ എനിക്കൊന്നും ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഒരു ഇതിലോട്ട് ഒരു സംഭവം ഉണ്ടാവുന്നത്. ആ ഒരു കുടുംബത്തിന്റെ മാത്രമല്ല, ഇത് കണ്ണ് നിറയുന്ന എല്ലാവരുടെയും ആ ഒരു ശാപം അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു പ്രാക്കുണ്ടല്ലോ, അത് ആ പെണ്ണിന് അല്ലെങ്കിൽ അത് ചെയ്യിച്ച ആ ഒരു സ്ത്രീ ജന്മത്തിനുണ്ടല്ലോ അതിനുണ്ടാവും. അതിജീവിത അല്ല, അതിജീവനായതുകൊണ്ട് ഒരുപാടൊന്നും ആളുകളും അല്ലെങ്കിൽ മാധ്യമങ്ങളൊന്നും ഇതിലോട്ട് കയറി ഒരു പരിപാടിക്കും പോയിട്ടില്ല. പക്ഷെ ഈ ഒരു കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് സങ്കടപ്പെട്ടു പോകും. ഒരു സുഹൃത്ത് കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട്, അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും ആളുടെ ഒരു ബേസിക് ക്യാരക്ടർ എങ്ങനെയെന്ന്. അതല്ല ഇവൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകൾ ഇത്തരത്തിൽ നടക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല കേസുകളുള്ള ആളാണെങ്കിൽ ആരും ഇതിന്റെ പിന്നാലൊന്നും പോകില്ല. അയാൾ സുഹൃത്ത് പറഞ്ഞ് കരയുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഇയാളുടെ ഒരു ബേസിക് ക്യാരക്ടർ എന്താണെന്നുള്ളത്. മോന്റെ ക്രോസ് ബെൽറ്റാണ് വെനക്ക് അങ്ങനെ നാല് പ്രശ്നം ഒരു വേണ്ടാതിരത്തിലേക്ക് പോണം, ഒരു അനാവശ്യത്തിലേക്ക് പോണ ഒരാളല്ല. ഓനങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടു പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റില്ല. മോൻ അങ്ങനെ വളർത്തണ, എവിടെ പോയാലും ഫോണിൽ കൂടെ മമ്മി എന്തുണ്ട് ഏതുണ്ട്, പപ്പ ഷോപ്പിൽ പോയാൽ മമ്മി ഒറ്റയ്ക്കാണെങ്കിൽ അടുത്ത വീട്ടിൽ വരെ പോയി കാണാം, ഒറ്റയ്ക്ക് ഇരിക്കണ്ട, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി ഇരിക്കുന്ന അറിയും. അങ്ങനെ പറയണം. ഇതാ നേരം വെയ്യുണ്ടെങ്കിൽ അപ്പം പറയും അപ്പം മമ്മി ഇപ്പം ഞാൻ പോരും, എന്നിട്ട് വന്നിട്ട് വണ്ടി എടുത്ത് കൊണ്ടുപോയ അങ്ങനെ വളർത്തണം കുട്ടിയാ. കണ്ടില്ലേ നിങ്ങൾ, ഒരാളുടെ ബേസിക് ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ് ആ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു അല്ലെങ്കിൽ ആളില്ലാണ്ടാവുമ്പം ഇത്രയും ആളുകൾ വിഷമിക്കുന്നത്. മറ്റാളുകളൊന്നും ഇങ്ങനെ വന്ന് സംസാരിക്കാനോ ഇങ്ങനെ കരയാനോ ഒരു മാധ്യമങ്ങളുടെ മുമ്പിലോട്ട് വരാൻ പോലും മടിക്കും ആൾക്കാർ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കേസൊക്കെ ആണെങ്കിൽ. പക്ഷെ ഇതങ്ങനെയല്ല, ആളുടെ അടുത്തുള്ള നിരപരാധിത്വം എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആളുകൾ ഇങ്ങനെ വരുന്നത്. എന്നിട്ട് ഇതൊക്കെ നടന്നിട്ടും ഇത് ചെയ്ത പെണ്ണിന് ഒരു കൂസലില്ല എന്നുള്ളതാണ് ഇന്നലത്തെ ആ ഒരു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഉണ്ടെന്നില്ല ഇനി, അവള് ഏഷ്യാനെറ്റിന് ഏതൊരു മാധ്യമത്തിന് കൊടുത്ത ഫോൺ സംഭാഷണത്തിന് നമ്മൾ കേട്ടു. ആ ആള് മരിച്ചില്ലേ എന്ന് ചോദിച്ച സമയത്ത് ആ മരിച്ചോ, ഇറ്റ്സ് എ സാഡ് ന്യൂസ്, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. അവർക്ക് സിമ്പിളായിട്ട് പരിപാടി കഴിഞ്ഞു. സത്യം അവള് പോട്ടെ, അവളുടെ കുടുംബക്കാരും അവളുടെ ബന്ധുക്കാരും അവളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർ ഇപ്പം എന്തായിരിക്കും ചിന്തിക്കുന്നത്? അവള് പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു പണ്ട്, ഇപ്പം അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആണെങ്കിലും അല്ലെങ്കിലും അതിന് ഏത് പാർട്ടി ആണെങ്കിലും ഇതിലോട്ട് പലരും പാർട്ടി എടുത്തിടുന്നുണ്ട്. അതാണ് അതിനൊക്കെ ഏറ്റവും വലിയ ഇതിലോട്ട് എന്തിനാ പാർട്ടി എടുത്തുന്നത്? ആ ഒരു വ്യക്തിനെ നിങ്ങൾ കാണുക. ആ വ്യക്തി ഏതെങ്കിലും പാർട്ടിയിൽ പണ്ട് മത്സരിച്ചിട്ടുണ്ടോ, ഒരു വാർഡ് മെമ്പർ ആയിട്ടുണ്ടോ എന്നുള്ളതല്ല. അത് ആ വ്യക്തി ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് കാണുക. അല്ലാതെ പാർട്ടി അല്ലത് ജയിപ്പിച്ചെന്ന് എല്ലാവർക്കും വരാം. ഇതൊരു പാർട്ടി പ്രശ്നമല്ല. പിന്നെ കുറെ പേരുണ്ട് നമ്മുടെ നാട്ടിൽ ഇതിൽ വർഗീയത കുത്തിക്കയറ്റുന്നു. ഇതൊരു മുസ്ലിം ആയതുകൊണ്ടും മരിച്ചതൊരു ഹിന്ദു ആയതുകൊണ്ടും ഇത് ഹൂറി ജിഹാദാന്നും പറഞ്ഞ് ചില ചെറ്റകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിനെ താങ്ങി പിടിച്ച് കുറെ ഒരു വൃത്തികെട്ട വേശ്യകൾ എന്ന് പറയേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ വർഗീയത കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട്. ആ വക ജന്തുക്കളെ തിരിച്ചറിയണം എല്ലാവരും. ഇതിൽ ഒറ്റക്കെട്ടായിട്ട് ഈ ഒരു മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യനോ ഇല്ലാണ്ട് ആളുകൾ ഈ ഒരു ഫാമിലിനെയും ഈ ദീപക്കിനെയും സപ്പോർട്ട് ചെയ്ത് ആ പെണ്ണിന് ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം അല്ലെങ്കിൽ കേസിന് പോകണം എന്ന് പറയുന്നതിൻ്റെ ഇടയിലേക്ക് നിങ്ങൾ രാഷ്ട്രീയവും ഈ വൃത്തികെട്ട മത ചിന്താഗതിയും കുത്തിക്കയറ്റാൻ നിൽക്കരുത്. അത് കയറ്റുന്നുണ്ടെങ്കിൽ നീ ആ പറയുന്നവന്മാരൊക്കെയാണ് അല്ലെങ്കിൽ ആ പറയുന്ന
ആ വേശ്യകളാണ് ഏറ്റവും വലിയ ചെറ്റകൾ നമുക്ക് പറയേണ്ടി വരും. ഈ ചെയ്തതിനും ഈ ചെയ്യിപ്പിച്ചവളെക്കാളും വലിയ ആൾക്കാർ. അതുകൊണ്ടാണ് ഇവർക്കെതിരെ ഏറ്റവും വലിയ കേസ് അല്ലെങ്കിൽ എന്ത് കൊടുക്കാൻ പറ്റിയ ശിക്ഷ അത് ഏറ്റവും ഹയസ്റ്റ് തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ 1-2 ദിവസം വെറുതെ വീഡിയോ ഇട്ട് 1-2 വാർത്തകൾ പോവാന്നല്ല, ഇതിന്റെ പിന്നാലെ പോയിട്ട് അത് ചെയ്യന്നെ വേണ്ടത്. അത് ആ അച്ഛൻ പറയുന്നുണ്ട്, കേസ് കൊടുക്കാനാണ് അവർ പോകുന്നത് പറയേണ്ട. അവരുടെ ഒക്കെ ഒരു മനസ്സിന്റെ അവസ്ഥ നോക്കുക. പുള്ളി പറയേണ്ടി വരുന്നത് ഈ ഒരു അവസരത്തിൽ വന്നിട്ട് ഞങ്ങൾ ഇതാ ചെയ്യാൻ പോകുന്നത് എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. നമ്മൾ പോലീസ് പരാതി കൊടുക്കുന്നു. പരാതി കൊടുക്കുന്നു. പോലീസ് എന്തെങ്കിലും ചോദിച്ചോ ഇതിനോടൊക്കെ എന്തെങ്കിലും? എന്നോട് ആ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എന്താണ് എങ്ങനെ സംഭവം അങ്ങനെ ഉണ്ടായിരുന്നത്. ഞാൻ മോനെ ഇങ്ങനത്തെ ഒരു ആളല്ല. എല്ലാ സമയത്തും ഈ വർക്കിന് പോയിട്ട് മടങ്ങി വരിക, അതായത് ഒരു സ്വഭാവം അങ്ങനത്തെ ആവുന്നില്ല. അങ്ങനെ നമുക്കൊരു ആകെ ഒരൊറ്റ മോനേ ഉള്ളൂ. അവൻ അത്ര ഇതിൽ നമ്മളെ മമ്മീനെയും പപ്പയും നോക്കണത്. പിന്നെ ഈ ഇതിലിങ്ങനെ വന്നിട്ട് അവന് ഭയങ്കര മനപ്രസാദം വന്ന പറഞ്ഞ് എന്താ മോനെ ഈ ഇങ്ങനെ ഒരു നിങ്ങളല്ലേ വന്നാൽ നല്ല സന്തോഷത്തോടെ അമ്മയെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വർത്താൻ. അപ്പോൾ ഒന്നുമില്ലാതെ നമുക്ക് തന്നെ ഭാര്യയ്ക്ക് തന്നെ മോനെ കണ്ടപ്പോൾ എന്തോ ഒരു ഇത് തോന്നി. ആ സമയത്ത് അവനോട് ചോദിച്ച് എന്താ മോനെ, അതെ ഒന്നുമില്ല മമ്മി എന്നൊക്കെ പറയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സിനോട് പറഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല? ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇവൻ്റെ ഏട്ടൻ്റെ മോനാണ്. ഇവനോട് ശനിയാഴ്ചനെന്ന് അവനെ വിളിച്ച് എനിക്കൊരു സംഗതി പറയാനുണ്ട്, നിങ്ങളൊന്ന് കാണുന്നത്, ഞാൻ വരാൻ അയ്യോട് വാന്ന് പറഞ്ഞു. ഇപ്പം മറ്റേ ഫ്രൂട്ട്സിൻ്റെ മറ്റേ വെജിറ്റബിളിൻ്റെ കടയാണ്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് പച്ചക്കറിയൊക്കെ എടുത്തുകൊണ്ട് വരാം. അങ്ങനെയൊക്കെ പിന്നെ എന്താണെന്ന് അറിയില്ലോ. എനിക്ക് പണിയുടെ തിരക്കുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവരോട് പറഞ്ഞ് ഇതാക്കിയത്. ഇങ്ങനെ വീഡിയോ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ഇന്നലെ ആയിരിക്കും അറിഞ്ഞിട്ടുണ്ടാവില്ല? ഞങ്ങൾ ഇതിനെ പറ്റി അതിനെ അറിയണത് സംഗതി. ഇത് ഇങ്ങനെ വിട്ടാൽ മഞ്ഞുള്ള ആൾക്കാർക്കും കൂടെ ആൾക്ക് ഭയങ്കര പ്രയാസമാണ്. എത്ര പ്രായ അച്ഛനും ആ അമ്മയൊക്കെയാണ് ഈ പ്രായത്തിൽ അവരിഞ്ഞിപ്പോൾ ഇതിന് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എങ്ങനെ പോലും ആ ആൾക്കൊരു 19 വയസ്സുണ്ട്, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ആളുടെ മുഖത്ത് എന്തായാലും 10-25 വയസ്സുണ്ട്. ആ അമ്മക്കും ഉണ്ട് ഏകദേശം ആ വയസ്സൊക്കെ. അവർ ഈ പ്രായത്തിൽ ഇതിന് നടക്കണ്ടേ? ആകെ ഒരു മോന്. ഇനി മരിക്കുന്ന കാലം വരെ അവർക്ക് ഒരു സമാധാനത്തിൽ ജീവിക്കാൻ പറ്റൂ? അല്ലെങ്കിൽ ഇന്നും ആ സങ്കടം കൊണ്ടിട്ടല്ല ആ അമ്മയും ഈ അച്ഛനും മരിക്കാൻ പോകുന്നത്. ഇനി ഇവരെ നോക്കാനും ഇവരുടെ കൂടെ നിൽക്കാനും കുറച്ച് ദിവസമൊക്കെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ അങ്ങ് ഒറ്റപ്പെട്ടു പോകും കംപ്ലീറ്റ്ലി ഇവർ. പാവം. അതിൽ ആദ്യം ഒരാളിപ്പോൾ ഇനിയിപ്പോൾ ഈ അച്ഛനും അമ്മേൻ്റെയും തന്നെ 2 പേര് ഒരുമിച്ചല്ലല്ലോ നമ്മുടെ നാട്ടിൽ ആരും മരിക്കും. ഒരാൾ മരിക്കും. പിന്നെ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എത്ര ഭയങ്കരമായിട്ടുള്ളൊരു അവസ്ഥയിലോട്ടാണ് ഈ ഫാമിലി പോകാൻ പോകുന്നത്. അല്ലാത്ത ഒരു പെണ്ണിനെ ആ ഒരു ചെറിയ നേരത്തെ തോന്നിയൊരു കഴപ്പ് മൂത്തിട്ടല്ലേ ആ പെണ്ണ് ചെയ്തത്. അവളെ കൊണ്ട് വെച്ച് കൊടുക്കല്ലേ, തൊടുകെന്നും പറഞ്ഞിട്ട്. എന്നിട്ട് പോലും തൊടാഞ്ഞിട്ടും അതൊരു എന്താ പറയുക റീലാക്കിടാൻ ആ വൃത്തികെട്ടൊക്കെ തോന്നിയില്ലേ? അവൻ തട്ടിയിട്ടുണ്ട്, അവൻ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ട്, നീ എന്തെങ്കിലും ചെയ്തോ. അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആരും ഒന്നിൻ്റെ പിന്നാലെ പോലും. പക്ഷെ ഒന്നും കാണിച്ചു തരാൻ ആ കൂട്ടത്തിൽ ഇല്ലാതിട്ടും നീ വെച്ച് കൊടുത്ത് തട്ടിപ്പിക്കാൻ നോക്കിയിട്ടും വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കായിട്ട് നിനക്കതൊരു റീലിട്ടതിലല്ലായിരുന്നു, ആ റീല് വന്നതിലല്ലായിരുന്നു പ്രശ്നം. അതുവരെ പറയുന്നുണ്ട്. ഈ റീല് കണ്ട് അവനോട് ആൾക്കാരൊക്കെ സമാധാനിപ്പിച്ചില്ല, അവനെ കൂട്ടുകാർ സമാധാനിപ്പിച്ച് വിട്ട് രാത്രി പിന്നെ അവൾ അതിന് എക്സ്പ്ലനേഷൻ ഇട്ട് അവൻ്റെ സെക്ഷൽ ബിഹേവിയർ അതാണ്, അത് ചോയ്സ് അല്ല, എന്തൊക്കെ അവൾ പണ്ട് പഠിച്ച കുറെ തിയററ്റിക്കൽ വേർഡും പറഞ്ഞു വന്നിട്ട് അവൾ വീണ്ടും എടുത്ത് കുത്തിയത്. അതുകൊണ്ടാണ് പറഞ്ഞത് അതിൽ ചിലപ്പം അവൻ രക്ഷപ്പെട്ടു പോയത്. ഒറ്റ ഫസ്റ്റ് വീഡിയോയിലാണെങ്കിൽ അതിനുശേഷം അവള് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. പിന്നെ അതിന് എക്സ്പ്ലനേഷൻ എന്നും പറഞ്ഞാൽ അവളെ ചെറ്റ വർത്താനം അവൾ വീണ്ടും കൊണ്ടുവന്ന് പറഞ്ഞു. അതും കൂടെ കേട്ടപ്പോഴാണ്, അല്ലെങ്കിൽ അതും കയറി വൈറലാവുന്നുണ്ട്, അല്ലെങ്കിൽ അതും ഇങ്ങനെ സ്പ്രെഡായി പോകുന്നുണ്ടെന്ന് കണ്ടതിന് ശേഷമാണ് അവൻ രാത്രി തൂങ്ങി മരിച്ചത്. എന്നിട്ടും അവക്കൊരു കൂസലുമില്ല. അവള് ചിലപ്പോൾ കടന്ന് കാണും, നാട് വിട്ട് കാണും, ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ദുബായിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവള്. ശരി, എന്താ പറയല്ലോ ഇതിനൊക്കെ. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തുടങ്ങിയ ട്രെൻഡാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ മുമ്പ് ഏതായിരുന്നു ആ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഈ ഒരു മറ്റേ മുഖമൂടിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഉണ്ട്. കാണാൻ മനസ്സിലാവും ഇവരുടെ ഒക്കെ ഉള്ളിരിപ്പ്. ഈ സത്യം പറയാലോ, ഈ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഈ ഫെമിനിസ്റ്റ് കൂട്ടങ്ങളുണ്ടല്ലോ, എല്ലാ ഫെമിനിസ്റ്റുകളെയും അല്ല പറയുന്നത്. ഈ ഫെമിനിസം തലയിൽ കയറിയിട്ട് ഈ ഒരു ആൺവിരോധം മൂത്തിട്ട് തങ്ങൾ എന്തോ ആണെന്നുള്ള തോന്നലുള്ള ഫെമിനിസ്റ്റുകൾ. അതല്ലാണ്ട് നോർമൽ ഫെമിനിസമായിട്ട് നടക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതല്ല, ഫെമിനിസം തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളാണ് ലോകം ഭരിക്കുന്നത്, അല്ലെങ്കിൽ ഇവളുടെ ഒക്കെ കാലിൻ്റെ അടിയിലാണ് കുറച്ച് വേർഡ്സ് മോശമായി വന്നു. അതുകൊണ്ടാണ് ഇന്ന് തോന്നുന്ന ചില ചെറ്റകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, പല ഫീൽഡിലുണ്ട്. അവളൊക്കെ എന്തിനും പോയി കൂടെ കിടന്നു കൊടുക്കും. പക്ഷേ അവർക്കല്ലാതെ വേറെ ചില കാര്യങ്ങൾ വരുമ്പോൾ ഇവളൊക്കെ തനി ആ ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതി ഉണ്ടല്ലോ, അത് പുറത്തോട്ട് വന്നു. അത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെറ്റത്തിന് വിളിച്ചു പറയും, അല്ലെങ്കിൽ എന്തും പേര് കാണിക്കും. അതാണ് ഇതിന്റെ ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം പിന്നെ സമൂഹ ചിന്താഗതിയോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ചുറ്റുപാടിനെ പറ്റിയുള്ള ചിന്തകളൊന്നുമല്ല. അപ്പം അവരുടെ ഉള്ളിലെ തളപ്പും കഴപ്പുമാണ് പുറത്തോട്ട് ചാടി വരിക. അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്.
ഇപ്പൊ ഉണ്ടായിരുന്നല്ലോ അത്. ഹായ്, ഞാൻ അപ്സ കേരജി. നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ അത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡൻറ്റ് വീഡിയോ ആയിട്ട് കാണിച്ചു. അതിൻ്റെ കമൻസിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാ, ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ്. ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറേ പേരുണ്ടല്ലോ, അവരെന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഈ വീഡിയോയിൽ സത്യം ഉണ്ടോ എന്ന് ചോദിക്കണോ? ആ വീഡിയോ അന്ന് നീ വീഡിയോ കാണിച്ച സമയത്ത് ആ വീഡിയോയിൽ കണ്ടതാണ് എല്ലാവരും. അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ സത്യാവസ്ഥ ചോദിക്കേണ്ട. കണ്ണുകൊണ്ട് കണ്ട കാര്യത്തിന് ഇനിയിപ്പോൾ സത്യാവസ്ഥ ചോദിക്കേണ്ട കാര്യമില്ല. കണ്ണുകൊണ്ട് കംപ്ലീറ്റ്ലി കണ്ട ഒരു കാര്യത്തിന് നമ്മൾ സത്യാവസ്ഥ ചോദിക്കേണ്ട കാര്യമില്ല. അതിലൊന്നും ഇല്ല എന്നുള്ളത് കണ്ടതാണ്. അത് നിന്റെ കഴപ്പായിരുന്നു. ഇപ്പൊ പെണ്ണ് കാണിച്ച പോലെ ഇവക്ക് കഴപ്പായിരുന്നു. അതിനാണ് അവളെ കൊണ്ട് വെച്ചു കൊടുത്തത്. നിനക്കന്നതായിരുന്നു. അതിനാണ് നീ അങ്ങനെ നിന്നു കൊടുത്തത്. പിന്നെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇഷ്ടം പോലെ ബസ്സിലുണ്ട്. പണ്ട് മുതലേ നമ്മൾ കേട്ട് വരുന്ന കാര്യമാണ്. ബസ്സിൽ ജാക്കി വെക്കുക എന്നും പറഞ്ഞിട്ട് അത് സിനിമകളിലും അവിടെയും ഇവിടെ എല്ലായിടത്തും കാണാൻ അതുണ്ട്. അതുണ്ടാകുമ്പോൾ അതിന് പ്രതികരിക്കണം. അതിന് നിങ്ങൾ വീഡിയോ എടുക്കണം. അത് കാണണം. അത് കാണാത്തൊരു സ്ഥാനത്ത് അത് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് സ്വന്തം മുഖവും മൂടി അല്ലെങ്കിൽ ഇവളെ പോലെ ഇത്തരത്തിൽ 1-2 റീൽസ് ഇട്ട് അത് എന്തിനാന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം. അത് നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ടും നിങ്ങളെ എന്തോ ഒരു സെലിബ്രിറ്റി ഒരു ഇൻഫ്ലുവൻസർ സെലിബ്രിറ്റീസോ അങ്ങനെയൊക്കെ തോന്നൽ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ചെറ്റ പരിപാടികളാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. എന്താണെങ്കിലും ആ വീട്ടുകാർക്ക്, ആ അമ്മക്കും അച്ഛനും പോയി. വേറെ ആർക്കുമില്ല. അവരുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒന്നുമില്ല. അത് കുറച്ച് ദിവസത്തെ വിഷമം കഴിഞ്ഞാൽ പോയി. പക്ഷെ ഈ ഒരു പ്രായത്തിൽ ഈ അച്ഛനും അമ്മ ഇത്രയും പ്രായമായി നിൽക്കും, ഒരേ ഒരു മകൻ മരിച്ചു കഴിഞ്ഞാൽ ആ അച്ഛനും അമ്മക്കും മാത്രമേ പോയത്. വേറെ ആർക്കും പോയിട്ടില്ല ഇവിടെ.